മക്കളെ, ഡോപ്പയുടെ നീറ്റ് ലൈബ്രറിയിൽ നിന്ന് നിങ്ങളെല്ലാവരെയും കണ്ടുമുട്ടാൻ പറ്റും. നമ്മുടെ നീറ്റ് ലൈബ്രറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീറ്റ് ആസ്പിരൻസ് വന്നിരുന്ന് പഠിക്കുന്ന സ്ഥലമാണ്. ഡോപ്പയിലെ ഓൺലൈൻ സ്റ്റുഡൻസ് മാത്രമല്ല കേട്ടോ, അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആസ്പിരൻസ് അടക്കം വരാറുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ, നീറ്റ് ക്യാമ്പസുകളിൽ ഒരു സ്പേസ് നിങ്ങളെപ്പോലുള്ള ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് വന്നിരിക്കാം, വായിക്കാം, പഠിക്കാം, നിങ്ങളുടെ കണ്ടൻറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ ഫാക്കൽറ്റീസ് അവിടെ വരുമ്പം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ വരുന്ന സമയത്ത്, മെൻറ്റർമാർ വരുന്ന സമയത്ത് നമ്മളായിട്ട് മീറ്റപ്പ് ചെയ്യാം, ഒരുമിച്ചിരിക്കാം, അങ്ങനെ ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. നമ്മളവിടെ ഓഫ്ലൈൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഓഫ്ലൈൻ എക്സാംസിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റും. either നിങ്ങൾക്ക് നമ്മുടെ തന്നെ ഷെഡ്യൂൾ പാലിച്ച് നമ്മൾ തരുന്ന എക്സാമിൻ്റെ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അതല്ല, ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓർഡറിലാണ് പോകണമെങ്കിൽ അങ്ങനെയും ഇരിക്കാൻ പറ്റുന്നുണ്ടാവും. സാധാരണഗതിയിൽ ഓൺലൈൻ ബാച്ചുകളൊക്കെ ചൂസ് ചെയ്യുന്ന കുട്ടികൾ, ചില ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും വളരെയധികം കംഫർട്ടബിളാണ് ലൈബ്രറിയിൽ വരുന്നതെന്ന്. കാരണം ലൈബ്രറി ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 7 മണിക്കും ക്ലോസ് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കുമാണ്. സോ ഒരു 12 മണിക്കൂർ സമയം നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നിങ്ങൾക്ക് പഠനമല്ലാത്ത കാര്യങ്ങൾക്കായിട്ട് നഷ്ടപ്പെട്ടു പോവുക. ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, പഠിക്കുക. ആ ഒരു 12 മണിക്കൂർ നമ്മളവിടെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി വളരെ കുറഞ്ഞ 2-3 മണിക്കൂർ കൂടി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഒരു 200 ദിവസം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതിൻ്റെ ഇടയിൽ നമ്മളെയൊക്കെ മീറ്റ് ചെയ്യാനും നമ്മളോട് സംസാരിക്കാനും നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ തീർക്കാനും നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് ഷാർപ്പാക്കാനും പറ്റുവാണെങ്കിൽ നീറ്റ് 2024 നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളെ എല്ലാവരെയും, എല്ലാ നീറ്റ് ആസ്പിരൻസിൻ്റെയും, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിക്കോട്ടെ, എങ്ങനെ പഠിക്കുന്ന ആളായിക്കോട്ടെ, നമ്മുടെ നീറ്റ് ലൈബ്രറികളിൽ നിന്ന് നേരിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കും കാരണങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പർ ഇവിടെ ഉണ്ടാവും, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. സോ സീ യു ഫ്രം നീറ്റ് ലൈബ്രറി.